UK, അയർലൻഡും അടക്കമുള്ള 6ഓളം രാജ്യങ്ങളിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള 1-2 അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാത്വേ 1ഉം പാത്വേ 2 എന്നാണ്. പാത്വേ 1 എന്ന് പറയുന്നത് UK-യിലും അയർലൻഡിലും അമേരിക്ക, കാനഡ, സിംഗപ്പൂർ, സ്പെയിൻ ഈ രാജ്യങ്ങളിൽ നേഴ്സിംഗ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്വേ പ്രകാരം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതിനാകപ്പാടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 2017 ശേഷം അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന 6 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ 2023 നഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചിറങ്ങി UK നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു 1 ഇയർ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടും. നിങ്ങളൊരു ലാംഗ്വേജ് റിക്വയർമെൻറ്റുകളോ അതല്ലെങ്കിൽ കോമ്പറ്റൻസി എക്സാമുകളോ ഒന്നും തന്നെ പാസ്സാവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. ഇതാണ് പാത്വേ 1 എന്ന് പറയുന്നത്. ഇനി പാത്വേ 2 എന്ന് പറയുന്നത് ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാരാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഈ പറയുന്ന 6 രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓവർസീസ് ക്വാളിഫൈഡ് നേഴ്സുമാരാണ്. വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിച്ചു, നിങ്ങൾ UK-യിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിനെക്കുറിച്ചുള്ളതാണ് പാത്വേ 2 എന്ന് പറയുന്നത്. ഈ പാത്വേ 2-നകത്ത് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. പാത്വേ 2 പ്രകാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 2016 ശേഷം നേഴ്സിംഗ് പഠിച്ചിറങ്ങിയവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാത്വേ 2-ലേക്ക് നിങ്ങൾ എലിജിബിൾ ആകുകയുള്ളൂ. എന്ന് വെച്ചാൽ 2016 ശേഷമാണ് നിങ്ങൾ നേഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങി നിങ്ങൾക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും വന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി അതിനകത്ത് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയയും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ UK-യിലോ അല്ലെങ്കിൽ അയർലൻഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 രാജ്യങ്ങളിലെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമും കൂടി മീറ്റ് ചെയ്തിട്ടുണ്ടാകണം. വെച്ചാൽ IELTS അല്ലെങ്കിൽ OET പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും കൂടി ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2017 ശേഷം നേഴ്സിംഗ് പഠിച്ചിറങ്ങി UK-യിൽ IELTS അല്ലെങ്കിൽ OET പാസ്സായി നേഴ്സായിട്ട് UK-യിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു പാത്വേ വഴി ഡയറക്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത അവർ വേറൊരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ കോമ്പറ്റൻസി എക്സാമുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ 2 പാത്വേയിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇവർ ഏപ്രിൽ മാസമാണ് ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. ഇതുവരെ ആയിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പോർട്ടലുകൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു പാത്വേയിൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതിലെന്തെങ്കിലും സപ്പോർട്ടുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ എൻവേർട്ടിസ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ നമ്പറുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. താങ്ക്